നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റിജോ ആന്റണിയാണ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ആ ബാങ്ക് റോബറിയിലെ കള്ളൻ എന്നറിഞ്ഞതിൽ ഞെട്ടലിൽ തന്നെയാണ് കേരളത്തിലെ ഓരോ മലയാളികളും. വീട് വളഞ്ഞ് റിജോയെ പോലീസ് പൂട്ടിയപ്പോൾ സത്യത്തിൽ റിജോ പോലും വിചാരിച്ചില്ല തന്നിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത്. കാരണം രാത്രി 8 മണി വരെയുള്ള വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നത് കള്ളനിലേക്ക് പോലീസിന് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ്. പോലീസ് വീട് വളഞ്ഞ് ഇയാളെ പിടിക്കുമ്പോൾ ഇയാൾ വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയായിരുന്നു, ടിവിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും റിജോ ആന്റണിയാണ് കേരളത്തിൽ നടുക്കിയ മോഷ്ടാവ് എന്നറിഞ്ഞതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ചാലക്കുടി വാസികൾ. കോടികളുടെ ആഡംബര ജീവിതം നയിച്ചിരുന്ന റിജോ എന്തിനു മോഷ്ടിച്ചു എന്നാണ് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്നത്. റിജോയുടെ പ്രവൃത്തിയെ ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബവും കടുത്ത ഷോക്കിലാണ്. 2 മക്കളാണ് റിജോയ്ക്കുള്ളത്. മൂത്ത മകൻ അടക്കം ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്നും 2,94,000 രൂപ റിജോ നൽകിയത് സഹപാഠിക്കാണ്. അന്നാട് സ്വദേശിയായ ഇയാളിൽ നിന്നും കടം വാങ്ങിയ പണമാണ് റിജോ തിരികെ നൽകിയത് എന്നാണ് വിവരം. റിജോയെ മോഷണ കേസിൽ പോലീസ് പിടിച്ചത് കണ്ട് ഞെട്ടിയ സഹപാഠി പണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. ഇയാൾ സ്റ്റേഷനിലെത്തി പോലീസിന് പണം തിരികെ നൽകി. മോഷണ മുതലാണ് റിജോ തനിക്ക് തന്നത് എന്ന സഹപാഠിക്ക് അറിയില്ലായിരുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്തു. കടം വാങ്ങിയ പണം തിരികെ നൽകിയെന്ന് മാത്രമാണ് കരുതിയത് എന്നും സഹപാഠി പറഞ്ഞു. അതേസമയം റിജോ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയ്ക്കും പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. പണം മോഷ്ടിച്ച ശേഷം ഇയാൾ എന്തു ചെയ്യുകയായിരുന്നു, സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടതുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഓരോന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല. ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത്. പ്രതിയുടെ ചിന്ത ഈ വഴിക്കാകുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത്. ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലും ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. മാത്രമല്ല മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇയാൾ സഞ്ചരിച്ച വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ചിലയിടങ്ങളിൽ ഇയാളെ കാണാതാകുന്നതായി മനസ്സിലായി. ഇയാൾ സഞ്ചരിച്ചിരുന്ന റൂട്ടിൽ ചില CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ഉണ്ടാകും, എന്നാൽ ചിലയിടങ്ങളിൽ ഉണ്ടാകില്ല. സ്വാഭാവികമായും എവിടെയൊക്കെ വെച്ചാണ് ഇയാൾ CCTVകളിൽ നിന്ന് മറഞ്ഞു സഞ്ചരിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു. പോലീസിനെ കബളിപ്പിക്കാനായി പ്രതി നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ചെറുതായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചുവെങ്കിലും പിന്നീട് കൃത്യമായ ട്രാക്കിലേക്ക് പോലീസ് സംഘം എത്തി. ദേശീയപാതയിലേക്ക് കയറി സ്കൂട്ടറിൽ പോകുന്ന ഒരാൾക്ക് ക്യാമറകൾ വെട്ടിച്ചു പോകാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ വിശ്വാസം. കൊരട്ടിപ്പള്ളിയുടെ ഭാഗം വരെയുള്ള ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ നിന്നും ഇടവഴികളിലൂടെ ക്യാമറകളിൽ പതിയാതെ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പിന്നെയുള്ള ക്യാമറകളിൽ ഒന്നും തന്നെ ഇയാളുടെ ദൃശ്യം പതിയാതെ വന്നതോടുകൂടിയാണ് പോലീസ് ഊടുവഴികളിലും ഈ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലുമെല്ലാം അന്വേഷണം ശക്തമാക്കിയത്. ഇത് നേരത്തെയുള്ള പോലീസിന്റെ കണക്കുകൂട്ടൽ ശരിവെക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും വിട്ടു പോയിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഈ അന്വേഷണത്തിൽ നിന്നാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള നിർണായകമായ ലീഡ് ലഭിച്ചത്. പോലീസ് അന്വേഷണം ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിപ്പിക്കുമെന്ന് പ്രതി കരുതിയിരുന്നില്ല. ആ ധൈര്യത്തിലാണ് ഇയാൾ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടിയത്. എന്നാൽ പോലീസ് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു. പ്രതിയുടെ ചിന്ത ഈ വഴിക്കായിരിക്കുമെന്ന് കരുതി തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം മുന്നോട്ട് നയിച്ചത്. ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ഊടുവഴികളിലുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് മാത്രമല്ല, മോഷണത്തിനായി ഇയാൾ ബാങ്കിലേക്ക് എത്തിയ വഴികളിലൂടെ എല്ലാം തന്നെ പോലീസ് സഞ്ചരിക്കുകയായിരുന്നു. എന്തായാലും സ്വാഭാവികമായും എവിടേക്ക് വെച്ചാണോ ഇയാൾ മിസ്സായത് അതുതന്നെയാണ് ഇയാളെ കുഴപ്പിച്ച പ്രധാന വഴികൾ. പ്രധാന വഴികളിലെ CCTVയിൽ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ തന്നെയാണ് ഊടുവഴികളിലേക്ക് അന്വേഷിച്ചത്. എന്തായാലും ഇയാൾ മോഷ്ടിച്ചത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ കൃത്യമായി തന്നെ പൈസ അയക്കാറും കോടിക്കണക്കിനുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ കടം കയറി ആഡംബര ജീവിതം നയിച്ച് കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറാനാണ് ഇയാൾ ബാങ്ക് കൊള്ളയടിച്ചത്. ബാങ്ക് കൊള്ളയടിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇയാളുടെ അരിയിലേക്ക് എത്തിയത് പോലീസിന്റെ ബ്രില്യൻസ് തന്നെ നമുക്ക് പറഞ്ഞുകൂടാ. കാരണം അവസാന നിമിഷം വരെ പോലീസിന് യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ വഴികളിലൂടെ തന്നെ പോലീസ് സംഘം എത്തുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം 10,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. 10,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കൃത്യമായി തന്നെ പ്രതിയുടെ വാഹനം പോലീസിന് ലഭിച്ചില്ല. പ്രതിയുടെ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. CCTVകളിൽ പോലും നമ്പർ പ്ലേറ്റ് ഇല്ല, ഗഗ എന്ന എഴുത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ മാത്രമല്ല എറണാകുളം, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ഈ മോഡൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എല്ലാം വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതുകൂടാതെ മോഷണം നടന്ന ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളെയും
അവയിൽ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തിയിരുന്നു. ഇത്തരത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. ഞായറാഴ്ച രാത്രിയോടെയാണ് പോലീസ് സംഘം ചാലക്കുടിയിലുള്ള പ്രതിയുടെ വീട്ടിലെത്തിയത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രതി സ്ഥിരമായി ബാങ്കിൽ എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഉച്ച സമയത്ത് ബാങ്കിൽ എത്ര ജീവനക്കാർ ഉണ്ടാകുമെന്നും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതരാകുമെന്നും പ്രതി കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. ശേഷമാണ് വളരെ വിശദമായി ആസൂത്രണം ചെയ്ത മോഷണം നടപ്പിലാക്കിയത്.